പലചരക്ക് 9,000, പച്ചക്കറി 4,000, മീൻ 3,500. ഇതെന്തേടി ഇത് കണക്ക്? എന്ത് കണക്ക്? ഇതെന്തൂട്ടി വാങ്ങി കൂട്ടണത്? അപ്പൊ ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കണ്ടേ? കഴിക്കണം എന്നും പറഞ്ഞു. ഇതുപോലത്തെ ഒരു ചെലവുണ്ട? ഞാൻ മാത്രമാണോ കഴിക്കണേ? നമ്മൾ എല്ലാരും കൂടെ കഴിക്കുന്നതാണ് ഇത്രയും സാധനം. നിങ്ങൾ കഴിക്കണില്ലേ? ഞാൻ കഴിക്കണെന്നും പറഞ്ഞു. 2-3 പേരല്ലേ ഇവിടെ ഉള്ളൂ. അതിനാണ് ഈ 10,000-15,000 രൂപയുടെ ബില്ല്. ഇത്രയൊക്കെ വരും ഭക്ഷണത്തിനൊക്കെ. നിങ്ങൾക്ക് സാധനങ്ങളുടെ വിലയൊന്നും അറിയാൻ പാടില്ലല്ലോ. അറിയാൻ പാടണ്ട? പിന്നെ ഞാൻ സാധനങ്ങളൊന്നും അറിയാതെയാണല്ലോ ഇത്ര നാൾ ഇവിടെ ജീവിച്ചത്. നിങ്ങളൊന്നും അറിയണില്ല കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ. അതൊക്കെ പോട്ടെ. എടി, ആ ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? മമ്മൂടെ കാര്യം പറയാനായിട്ട്. അതെയാ? എന്തു പറഞ്ഞു? അയാള് മറ്റേ ദുബായിക്കാരന്റെ പൈസ പറഞ്ഞേ. അതെയാ? അപ്പൊ അവളോട് ചോദിക്കുക. നിങ്ങള് അവള് വരുമ്പോ അവളായിട്ട് സംസാരിക്കേ. എന്നോട് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ അല്ലേ സ്വഭാവം? നിങ്ങൾ സംസാരിക്കുമ്പോ അവളോട് വരുമ്പോഴ് നിന്റെ സ്വഭാവം തന്നെയാണ് അവളുടെ. എന്റെ സ്വഭാവം ഒന്നല്ല, നിങ്ങളുടെ അമ്മയുടെ സ്വഭാവമാണ്. എന്റെ സ്വഭാവം ഒന്നല്ല. അമ്മേനെ പറയാനൊന്നും നിക്കണ്ട. നിന്റെ സ്വഭാവം തന്നെയാണ് അവൾക്ക് കിട്ടിയേക്കണത്. എടി, ആ ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു. എന്ത്? അയാളുടെ മറ്റേ ആ ഒരു ദുബായിക്കാരന്റെ കാര്യം പറഞ്ഞില്ലേ, ആ പയ്യനെയും കൊണ്ട് അടുത്ത ആഴ്ച വരാന്ന് പറഞ്ഞേക്കണേ. നീ ഒന്ന് അവളോട് പറയണം. അമ്മേ, ദേ വരണു നിങ്ങളുടെ മോള്. ചോദിക്കേ, അവളോട് ചോദിക്കേ. അവള് വന്നിട്ടുണ്ട്. അമ്മ എന്ത് കഴിക്കാവള്? കഴിക്കണ കാര്യം ഇപ്പൊ മോളുടെ അച്ഛൻ പറഞ്ഞേ, അങ്ങോട്ട് ചോദിക്കേ. എന്താ അച്ഛാ? മോളെ, ഇന്ന് ബ്രോക്കർ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. പയ്യൻ ദുബായിലാണ്. അച്ഛാ, അതെ, എനിക്കിപ്പൊ കല്യാണം വേണ്ട. എന്താ പറയാ, എനിക്ക് PhD ചെയ്യണം സൈക്കോളജിയില്. പിന്നെ എനിക്ക് കാനഡയില് പഠിക്കാണ്ട് അച്ഛാ. അതൊക്കെ പഠിക്കാലോ. അങ്ങനെ കല്യാണം കഴിഞ്ഞാലും പഠിക്കാം. അമ്മ, എന്താ ഒരു കാര്യം പറയാനുണ്ട്. അമ്മയ്ക്ക് അജയ് ഷെട്ടിനെ അറിയില്ലേ? നമ്മുടെ വളവിന്റെ അപ്പുറത്തുള്ള. എനിക്ക് ഞാനും അജയ് ഷെട്ടും തമ്മിൽ കുറച്ചുകൂടെ ഇഷ്ടത്തിലാണ്. അവന് ഇപ്പൊ PSC ഒക്കെ എഴുതി നിക്കുവാ. കേക്കണില്ലേ മനുഷ്യ? നീ എന്ത് പറയണേ? ആ പ്രഭാകരന്റെ മോനാ? അല്ല അച്ഛാ, അത് പിന്നെ എനിക്ക് ഇഷ്ടായിട്ടല്ലേ. നിങ്ങൾ എന്റെ ഇഷ്ടം നടത്തി തരില്ല. ഞാൻ ആ ചെക്കനെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പോണത്? വേറെ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. ദേ ഇത് നടന്നില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ദേ ഇവിടെ തൂങ്ങും. ഇവിടെ അല്ല, ദേ ആ ഉത്തരത്തുമേ. മോളെ ഉത്തരത്തിൽ തൂങ്ങുമ്പോഴേ അമ്മേനെയും കൂട്ടിക്കോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല. മനുഷ്യ അച്ഛാ.